ഇന്നൊരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട്. എന്താ അറിയോ? അറിയാം. അറിയില്ല. എന്താന്നറിയോ? അങ്ങനത്തെ എന്തെങ്കിലും ഗോസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? പ്രാങ്ക് ആയി ചെയ്തതൊക്കെ പിന്നെ ശരിക്കും വന്നു തുടങ്ങി. ഇൻവേർട്ടർ കത്തിപ്പോയത് ആർട്ട് ഡയറക്ടറുടെ പണിയാ. അവൻ പല സാധനവും അവന്റെ പണിയാ. അവനെ പല ആൾക്കാരും പല പ്രശ്നങ്ങളിലോട്ട് എടുത്ത് ആടിയിട്ട് അത് ഗോസ്റ്റിന്റെ ഉള്ളിലിടും. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ബാലൻസ് പോയാൻ തോന്നുന്നു, അതോ ബ്രേക്കിന് എന്തോ പ്രശ്നമായിട്ട് മരത്തിൽ പോയി ഇടിച്ചു. ഒരു താഴ്ചയിലേക്കായിരുന്നു. ഞങ്ങളെല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുക. ഒരാള് വണ്ടി എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം. ഞാനായിരുന്നു ഓടിക്കേണ്ടത്. ഞാൻ വളച്ച് പ്രശ്നമാണല്ലോ എന്ന് പറയാൻ ഡ്രൈവറായിട്ട് ചേട്ടൻ വളച്ചുകൊണ്ടിരുന്നു. പുള്ളി കൊണ്ട് വളച്ചിട്ട് അവര് പറയുന്നുണ്ട് ആനയൊക്കെയുള്ള സ്ഥലമാണ്. ആനയല്ല ഏട്ടാ, കണ്ടിട്ടുണ്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ മനസ്സിലാവണം. അതിന്റെ ഒരു ടെറിഫൈങ് സൗണ്ട് നമുക്ക് കേട്ടപ്പോഴത്തേക്കും ദൈവം ഇത് ചില്ലറകളെ ഞാൻ ഓടിക്കണം, എല്ലാവരും ഓടി വരും. മനസ്സിലായോ എന്ത് സാഹസപ്പെട്ടാണ് മിഥുൻ ഇത് ഷൂട്ട് ചെയ്തത്? അതെ അതെ. എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട ഇവരെല്ലാവരും ഇറങ്ങി ഓടും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ്, ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു എബ്രഹാം. നമ്മളെല്ലാവരെയും ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എബനസർ മൂവി ഇതാ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എബനസർ മൂവിയിലെ താരങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഷോയിലേക്ക്. ശരിക്കും പറഞ്ഞ പോലെയാണോ? പേടിപ്പിക്കൂ? ചെറുതായിട്ട് പേടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണത്. യദു കൃഷ്ണ അല്ലേ? ഫസ്റ്റ് മൂവിയാണോ? എന്റെ രണ്ടാമത്തെ ഫിലിമാണ് ആക്ച്വലി. ഇതാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. പക്ഷേ അപ്പം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യദു കൃഷ്ണ, സൂരജ്, ഗീതി സംഗീത, അഞ്ജന പ്രകാശ്, അഞ്ജന മാധവ് ആൻഡ് കൃഷ്ണ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് മൂവീസ് ആണോ? ഗീതി ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ന്യൂ കമേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്? രസമാണല്ലോ, നല്ലതല്ലേ? ഒറ്റ വാക്കി പറയുന്നത് കുറച്ച് ചെയ്യണം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ മിഥുൻ നമ്മുടെ ഒരു പഴയ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രോജക്റ്റിന് മുന്നേ ഒരെണ്ണം സംസാരിച്ചു, പിന്നെ ഇതിലേക്കും അങ്ങനെ വിളിച്ചു. അങ്ങനെയാണ് പോയി ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഇവരെല്ലാവരും ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു എനർജി അറിയാമല്ലോ, അവരെപ്പോഴും ഭയങ്കര. പിന്നെ കുറച്ച് നൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞില്ലേ പോയത്? അത് ഞാൻ ചോദിക്കരുത്, എനിക്കത് പറയാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന ആരെങ്കിലും ആണോ? അപ്പൊ ഈ ഒരു സ്റ്റോറി ഇങ്ങനെ വന്ന സമയത്ത് ഇതൊരു ക്രൈം ഹൊറർ മൂഡിലുള്ള ഒരു പടമാണ്. അപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഒരു മൂഡ് ക്രിയേറ്റ് ആവണല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും ഗോസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഗോസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ടല്ലോ, ഒരുപാടുണ്ട് പറയാൻ. ചില കാര്യങ്ങള് ഞങ്ങള് പ്രാങ്ക് ആയി ചെയ്തതൊക്കെ പിന്നെ ശരിക്കും വന്നു തുടങ്ങി. ആരെ പ്രാങ്ക് ചെയ്തു? അത് ഞങ്ങള് രണ്ടുപേരും കൂടിയിട്ട് അവള് വന്നിട്ടില്ല, സാന എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റിന്. അപ്പൊ അവളെ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് പ്രാങ്ക് ചെയ്തിട്ട് ഒരു അവിടെ എന്തൊരു ഹൊറർ ഫീൽ ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇതാക്കി. അപ്പൊ പിന്നെ ശരിക്കും ഞങ്ങൾക്ക് തോന്നി അവിടെ, പിന്നെ അയ്യോ അവിടെ ഇനി ശരിക്കും ഉണ്ടോ? പിന്നെ അങ്ങനത്തെ ശരിക്കും ഇല്ല. പക്ഷെ അങ്ങനെയാണ്, പുള്ളിക്കാരി വന്നിട്ടില്ല. ഇപ്പോഴും വിശ്വസിച്ചെങ്കിൽ ശരിക്കും അവിടെ എന്തോ ഉണ്ട്. നമുക്ക് ആ വീട് ആ സെറ്റ് കിട്ടാൻ അങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹൊറർ വൈബ് വരും. ഈ പുകയൊക്കെ ഉണ്ടായിരുന്നോ? പുകയൊക്കെ അവര് കുന്തിരിക്കത്തി ഇടണമൊക്കെയാണ്. പക്ഷെ അതല്ലാണ്ട് നമ്മൾ കാണുമ്പോ ഇവര് ഇപ്പോ ഒരു വീട്ടിൽ താഴെയാണ് ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ മോൾ അപ്സ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ അവിടെ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഷൂട്ട് നടക്കണോണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും, മുകളിൽ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് സൗണ്ട് കേൾക്കണോ, അവിടെ ആരോ ഒന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞ ഒരു പണ്ടത്തെ വീട്ടിലൊക്കെ കാണില്ല, തട്ടുംപുറം പോലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് ആരോ വരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങൾ പയ്യെ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇനി ഇവിടെ ശരിയാവില്ല. അപ്പൊ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഷൂട്ടിന്റെ സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഗോസ്റ്റ് എക്സ്പീരിയൻസ് അത് ഇതൊന്നൊക്കെ, അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് അവിടെ നിന്ന് പ്രേതം കൂടെ വന്നു എന്തായാലും എൻ്റെ കൂടെ വന്നിട്ടില്ല. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു. ഒരു കമ്പനിക്ക് ആരെങ്കിലും വന്ന് പക്ഷെ വരുമ്പോ കുറച്ച് ചില്ലായിട്ടുള്ള പ്രേതം വന്നാൽ നന്നായിരിക്കും. അങ്ങനെയുള്ള ഫീൽ ചെയ്തോ? ഇല്ല. സൂരജ്, നിങ്ങളല്ലേ ഇത് മുഴുവൻ? റിയൽ ലൈഫിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് റിയൽ ലൈഫിലല്ല, എനിക്ക് അവിടെ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് അവിടെ നിന്ന് തന്നെ ഗോസ്റ്റിന്റെ എക്സ്പീരിയൻസ് കിട്ടിയായിരുന്നു. എങ്ങനെ? അതില് ഒരു ഡ്രൈവിംഗ് സീൻ ഉണ്ട്, ഒരു ജീപ്പ് ഓടിക്കുന്ന സീൻ ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു അവിടെ വരുന്ന ഒരു പരിപാടിയിൽ അവിടെ വെച്ച് തന്നെ ആ ജീപ്പ് ആ വീട്ടിൽ ചെന്ന ടൈമിൽ തന്നെ ആ ജീപ്പിന്റെ ഒരു ഇറങ്ങുന്ന പോർഷനിൽ ആ കട്ടിങ് കൊണ്ട് എന്റെ കൈ സ്ലിറ്റായി, ഫുൾ ബ്ലഡ് ഒക്കെ വന്ന് ഷൂട്ട് അപ്പോൾ ക്യാൻസൽ ആവുന്നുള്ളൊരു സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പോഴത്തേക്കും ഞാനത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വെച്ച് ആ ഷോട്ട് എടുത്ത് തീർത്തിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി
അപ്പൊ അവര് പറഞ്ഞു സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഒരു ഏരിയ ആയതുകൊണ്ട് സ്റ്റിച്ച് ഇടാൻ പറ്റില്ല. അപ്പൊ ഒരു ടേപ്പ് ഒരു സ്റ്റേപ്ലർ പോലത്തെ ഒരു സാധനം എന്തോ വെച്ചിട്ട് 7 ദിവസം കൈ നനയ്ക്കാനും പാടുള്ളൂ. 7 ദിവസം ഷൂട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് അതെ ടെസ്സയുടെ അടുത്ത് ഞാൻ ടിപ്സ് ഒക്കെ ചോദിച്ചു. ടെസ്സയിൽ 5 ക്യാരക്ടർ നെയിം. ഓക്കെ, അത് കൈയൊക്കെ മുറിഞ്ഞു അവിടെ വെച്ച്. കൈ മുറിഞ്ഞു. അവിടെ ക്യാമ്പ് ഫയർ വെച്ചപ്പോ മരം കത്തിപ്പിടിച്ചു. ഇൻവേർട്ടർ ഇൻവേർട്ടർ കത്തിപ്പോയത് ആർട്ട് ഡയറക്ടറുടെ പണിയാ. അവൻ പല സാധനവും അവന്റെ പണിയാ. അവനെ സത്യത്തിൽ അല്ലേ ചെറിയൊരു ഗോസ്റ്റ് ആണോ? ഗോസ്റ്റിന്റെ പേര് പറഞ്ഞ് പല ആൾക്കാരും പല പ്രശ്നങ്ങളിലോട്ട് എടുത്ത് ആടിയിട്ട് അത് ഗോസ്റ്റിന്റെ ഉള്ളിലിടും. അപ്പൊ അവൻ ഏതെങ്കിലും ഒരു കൂടിയ ബാറ്ററി സാധനം എടുത്തത് കുത്തിയിട്ടായിരിക്കും കത്തിപ്പോയത്. അതുപോലെ പ്രേതത്തിന്റെ ഇതിനു മുന്നേ ഗോസ്റ്റിൽ വിശ്വാസം ഇല്ലാതെ ഇപ്പൊ ഗോസ്റ്റിൽ വിശ്വാസം ആയോ? എപ്പോഴും വിശ്വാസം ഉണ്ട്. കുഴപ്പമില്ല. അതിപ്പോ രാത്രി ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞ വിശ്വാസം വന്നു. അത്ര ഇങ്ങനെ പറഞ്ഞറിയോ, ഇനി എങ്ങനെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ബുദ്ധിമുട്ടിക്കണത്. ഇതും സൂരജ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞപ്പോ ഗേൾസിന് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ? നമ്മള് ആതിരപ്പള്ളി ഷൂട്ടിന്റെ പോയതായിരുന്നു. അപ്പം നമ്മള് വണ്ടിയിൽ പോകുന്ന ഒരു സീനാ. അപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ബാലൻസ് പോയാൻ തോന്നുന്നു, അതോ ബ്രേക്കിന് എന്തോ പ്രശ്നമായിട്ട് മരത്തിൽ പോയി ഇടിച്ചു. ഒരു താഴ്ചയിലേക്കായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാരും സീനായി. ഒരാള് വണ്ടി അല്ല, എന്റെ മൈൻഡിൽ അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണമല്ലോ, അതേ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഓടിയിട്ട് അവരുടെ അടുത്ത് പോയി ഇൻഫോം ചെയ്തു ആക്സിഡന്റ് ആയെന്നുള്ളൂ. അല്ല, നിങ്ങൾ മാത്രമല്ല, ഷൂട്ട് ചെയ്യാൻ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു? അല്ല, അത് ഹെലിക്യാമിലായിരുന്നു അതിന്റെ ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഞാനായിരുന്നു ഓടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഓർത്തു ഞാനിനി വളച്ച് മറ്റേ പവർ സ്റ്റിയറിംഗ് പണ്ടത്തെ വണ്ടിയാ. അപ്പൊ ഞാൻ വളച്ച് പ്രശ്നമാവണ്ടല്ലോ എന്ന് പറയാൻ ഡ്രൈവറായിട്ടാ ചേട്ടൻ വളച്ചുകൊണ്ടിരുന്നു. പുള്ളി കൊണ്ട് വളച്ചിട്ട് പിന്നെ ഇത് ആന ഇറങ്ങിയ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ആന ഇറങ്ങിയുണ്ടായി. കണ്ടോ, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറയുന്നത്. പക്ഷെ അത് ലൊക്കേഷൻ മൂവാറ്റുപുഴ ആ ഒരു സൈഡിലായിരുന്നു. സത്യത്തിൽ ആന ഇറങ്ങിയതുകൊണ്ടാണ് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ടോ. ഇത് ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് മൂവാറ്റുപുഴ തോട്ടുപുറം അങ്ങനത്തെ ഒരു കാട് ഏരിയയിലായിരുന്നു. അപ്പൊ അവിടെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴാണ് അവര് പറയുന്നുണ്ട് ആനയൊക്കെയുള്ള സ്ഥലമാണ്. ആനയിലേട്ടാ കണ്ടിട്ടുണ്ട്, നമ്മൾ ഉത്സവത്തിനൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട്. ഓനെ കാട്ടാനേട്ടോ, ആ കാട്ടാനൊക്കെ കാട്ടാൻ എന്ത് കാട്ടാനെന്നുള്ള വൈബില് ഞങ്ങൾ ഇരിക്കുമ്പോ ഒരു വളവെത്തിക്ക് ഭയങ്കര സൗണ്ടിൽ മനസ്സിലാവണം. അതിന്റെ ഒരു ടെറിഫൈങ് സൗണ്ട് നമുക്ക് കേട്ടപ്പോഴത്തേക്കും ദൈവം ഇത് ചില്ലറകളില്ല. ഞാൻ ഓടിക്കണം, ഞാൻ ഇറങ്ങി ഓടി എല്ലാവരും ഓടി വരും. കൊള്ളാം. ഇപ്പൊ മനസ്സിലായോ എന്ത് സാഹസപ്പെട്ടാണ് മിഥുൻ ഇത് ഷൂട്ട് ചെയ്തത്? അതെ അതെ. എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട് ഇവരെല്ലാരും ഇറങ്ങി ഓടും. അവസാനം ഗീത ചേച്ചി അകത്ത് തോന്നിട്ട് ഇവിടെ ഞാനിങ്ങനെ ട്രെയിലർ കണ്ട സമയത്ത് മറ്റേ അപരിചിതൻ മൂവിയൊക്കെ നമ്മൾ അതിൽ കാണുന്ന ആ ഒരു മൂഡൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ട്രിപ്പും അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് പോയി സ്റ്റേ ചെയ്യുന്നു അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതെപ്പോഴേലും നിങ്ങൾക്ക് തോന്നിയായിരുന്നു? അല്ല, ഇവരുടെ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാ എനിക്കത് സീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ എന്താ പറയുക, ഇവരെല്ലാവരും കൂടെ ഉള്ള ചില പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ആ വീടിന്റെ ആംബിയൻസ് ഭയങ്കര ശരിക്കും ഒരു ഈ പറഞ്ഞ പോലെ ഹോണ്ടഡ് ഹൗസ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇവര് പറഞ്ഞ കറക്റ്റാ, ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മള് ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും മാറി പോകേണ്ട സിറ്റുവേഷനിൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് ഒരു രഹസ്യം പറയട്ടെ എന്നാ, ശരിക്കും ആ വീട് ഹോണ്ടഡ് ഹൗസ് ആയിരുന്നു, നിങ്ങളുടെ അടുത്ത് പറയാതെ കൊണ്ട് ഷൂട്ട് ചെയ്തതാ. ആണല്ലേ, നന്നായി. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ശരിക്കും ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഗീത ചേച്ചി ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഇത് കുറേ അധികം സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. ചേച്ചിയുടെ കൂടി വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് മാം വരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി അത് അപ്രോച്ച് ചെയ്യണ രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൊഫഷണലിസം. ഞങ്ങൾ അവിടെ ഫുൾ ചിൽ വൈബായിരുന്നു. ആദ്യത്തെ ഒരു ദിവസമായിരുന്നു ഓക്കെ പടമാണെന്നുള്ള പരിപാടിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങള് ഫുൾ വൈബായിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ട്രിപ്പ് വന്ന പോലെ മൂഡിലായിരുന്നു ഇരുന്നത്. അപ്പോഴാണ് പുള്ളിക്കാരത്തി എടാ ഷൂട്ടടാ വാ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു വേ ഓഫ് അപ്രോച്ച് പരിപാടികളൊക്കെ കാണാനും പഠിക്കാനൊക്കെ പറ്റുന്നത്. പിന്നെ ചെയ്ത് വെച്ചേക്കണ പടങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അഞ്ജനയുടെ ക്യാരക്ടർ എന്തായിരുന്നു ഇതില്? ഞാൻ ഇതില് ടെസ എന്ന ക്യാരക്ടറാണ്.
ടെസയുടെ ചുറ്റിപ്പറ്റിയാണ് ഈ സ്റ്റോറി നടക്കുന്നത്. ഓക്കെ. ടെസയുടെ ഫാദറിന്റെ ഹൗസ് കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് എനിക്ക് കഥ പറയത്തില്ല. മള്ളയും പറഞ്ഞാൽ മതി. അപ്പൊ ടെസയുടെ വീട് കാര്യങ്ങള് അവരുടെ ഫ്രണ്ട്സ് അതൊക്കെയാണ്. പിന്നെ ടെസ്സയാണ് അപ്പൊ ഈ പിള്ളേരെ എല്ലാം കൊണ്ട് കുഴി ചാടി. എല്ലാത്തിനും ഉത്തരവാദി. ഓക്കെ. മറ്റേ അഞ്ജന പ്രകാശ് അല്ലെ? അഞ്ജന മാധവ്. അഞ്ജനയുടെ ക്യാരക്ടർ എന്തായിരുന്നു? എന്റെ ക്യാരക്ടറിന്റെ പേര് അഞ്ജന എന്ന് തന്നെയാണ്. ഞാൻ ഇവളുടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത്. കൃഷ്ണ സ്റ്റൈലിസ്റ്റ് ആണ് അല്ലെ? റിയൽ ലൈഫില് സ്റ്റൈലിസ്റ്റ് ആവാൻ വന്നിട്ട് അഭിനയത്തിൽ പിടിച്ചിട്ടതാണോ? അതെ, സ്റ്റൈലിസ്റ്റ് നന്നായിട്ട് അഭിനയിക്കുന്നത് മനസ്സിലാക്കി ഞങ്ങൾ. ഗസ് കറക്റ്റ് ആയിരുന്നു. ഒരാളുടെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടപ്പോ ആർട്ടിസ്റ്റിന് വെച്ച കോസ്റ്റ്യൂം സ്വയം എടുത്തിട്ട് ഓൾറെഡി ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അഭിനയമോഹം ഓൾറെഡി ഉണ്ട്. പിന്നെ പ്രൊഫഷൻ സ്റ്റൈലിംഗ് ആയതുകൊണ്ട് അങ്ങനെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എന്നാ പിന്നെ അതൊന്ന് യൂസ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. എല്ലാവരും പൊതുവെ അഭിനയമോഹികൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നോ? അതെ അതെ, ഇപ്പോഴും അതെ. ഗീത ചേച്ചി അതുപോലെ തന്നെ എന്തായിരുന്നു ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ഇതില്? എന്റെ ക്യാരക്ടർ ടെസ് കുഞ്ഞിന്റെ വീടിന്റെ എന്താ പറയാ കെയർ ടേക്കറാണ് എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും വേലക്കാരിയായിരുന്ന കുറച്ച് വേറൊരു പരിപാടി. എനിക്കറിയാം, മറ്റേ ഇടയ്ക്കിടയ്ക്ക് വന്ന് പഞ്ച് ഡയലോഗ് പറയുന്ന വേലക്കാരി. അതുണ്ട് ഒരു കഥയിലേക്ക് അത് തുടരുത്. ചേച്ചി ഡയലോഗ് പറഞ്ഞില്ലെങ്കിലും വന്ന് നിൽക്കുമ്പോ തന്നെ ഭയങ്കര ഡിസിപ്ലിൻ. അത്രയും നേരം ഞങ്ങൾ ഓടിക്കളിച്ചടക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് അല്ലെ? ഞാൻ ആക്ച്വലി ഇവരുടെ കൂടെ ചേർന്ന് കുറച്ച് ചെറുപ്പം വൈബൊക്കെ പിടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവരെന്നെ കാണുമ്പോ ഗീത ചേച്ചിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എപ്പൊ പുറത്ത് വെച്ച് കണ്ടാലും പുള്ളിക്കാരത്തി ഭയങ്കര ചിൽ മൂഡില് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇതിലെ വൈബാണ്. ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്ന് നിക്കുമ്പോ എന്നിട്ട് ഈ സിനിമാക്കാര് മുഴുവൻ ചേച്ചിനെ കൊണ്ട് മറ്റേ സാരി എന്താ ചെയ്യാ. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്ന മിഥുനൊക്കെ അടുത്ത പടത്തിൽ കുറച്ച് ഞങ്ങളുടെ ഈ ഒരു ലുക്കിൽ വന്നിരുന്നെങ്കിൽ ട്രിപ്പിൽ ഞങ്ങളുടെ ഫ്രണ്ട് വിളിക്കുന്നില്ല എന്നെ. എന്താ ചെയ്യാ. ചേച്ചിയുടെ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് എന്തൊക്കെയാണ്? എൻ്റെ പ്രോജക്റ്റിന് ഇനി ഇറങ്ങാനുള്ളത് ഒന്ന് ദേവദത്തിൻ്റെ പടമാണ് ധീരൻ. ജോൺ പോൾ ജോർജിൻ്റെ ഒരു പടമുണ്ട്, അതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. സുമതി വളവുണ്ട്. പിന്നെ സുഭാഷ് സുബ്രഹ്മണ്യത്തിൻ്റെ ഭാസി പടം, അതിൻ്റെ പേരും ഈ പറഞ്ഞ പോലെ കുറച്ച് കൺഫ്യൂഷനിൽ അവർ അനൗൺസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ മിണ്ടിയും പറഞ്ഞു അങ്ങനെ കുറച്ച് പ്രോജക്റ്റുകൾ ഇറങ്ങാനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ലെബനീസ്. അടിപൊളി. ചേച്ചി വഴി നമുക്ക് ഇനിയും കിട്ടും അല്ലേ? ചേച്ചിനെ മണിയടിച്ച് നമുക്ക് നിൽക്കാം. അതെ, ഇതുപോലെ ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് ഇതുപോലെ പറയണ്ടേ. ഇപ്പൊ ചോദിച്ചാ അത് ഓക്കെ. മലയാളത്തിൽ പല ഹൊറർ മൂവീസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പടത്തിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് ആളുകൾ എബിനെസർ കാണണം? കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈക്ക് ഐ ഡോണ്ട് നോ, നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മൊത്തത്തിലൊരു അതിന്റെ കളറിങ്ങും ആ ഒരു കംപ്ലീറ്റ്ലി വിഷ്വലൈസേഷൻ ഭയങ്കര അടിപൊളിയാണ്. സൗണ്ടും അതെ. ഹൊറർ എലമെന്റ്സിന്റെ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. യൂഷ്വൽ ടെംപ്ലേറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാൽ പോലും നമ്മൾ ഓക്കെ ഇങ്ങനെയും പേടിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ എലമെന്റ്സ് ഉണ്ട്. ശരിക്കും ഹൊറർ പടം കണ്ട് പേടിക്കാറുള്ള ആൾക്കാരാണ്. ഞാനാണെ ആ വഴിക്കേ പോവാറില്ല യൂഷ്വലി. പക്ഷെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പടം കാണും. അല്ല, പടം കാണും, എങ്ങനെയൊക്കെ കണ്ടു തീർക്കും. ഒരു ഇന്റർവ്യൂ കൂടെ എടുക്കാം, കുറച്ചും കൂടി കാര്യങ്ങൾ ചോദിക്കാൻ. ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കും. മിഥുന്റെ ഒരു ഡയറക്ഷണൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് അഭിനയിക്കേണ്ട ആളാണ്. പുള്ളി അയിലിഞ്ചില്ല. പുള്ളി വന്നിരിക്കുകയാണെന്ന് പുള്ളിയെ ഡയറക്ടർ ആണോ നമുക്ക് തോന്നിപ്പോകും. കാരണം ഭയങ്കര ടെൻഷനേ ഇല്ല, ഞങ്ങൾക്ക് തന്നെ ടെൻഷനായി. പക്ഷെ അത്രയും ചില്ലായിട്ടിരിക്കുമ്പോ എങ്ങനെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ എടുക്കാൻ അത് വരുമ്പോ പുള്ളി അത് ചില ആൾക്കാർ അങ്ങനെയാണ്. ആ കൂട്ടത്തിലാണ് മിഥുനും മിഥുന്റെ വൈഫും എല്ലാരും കൂടെ ഇവരും എല്ലാരും കൂടെ ആയിട്ടേ അവിടെ ഭയങ്കര ഒരു ജോളി മൂടായിരുന്നു. ആക്ച്വലി ഭയങ്കര രസമായിട്ടായിരുന്നു. വൈഫാണ് അടിപൊളി. പുള്ളിക്കാരത്തി ഞങ്ങളൊപ്പം ചില്ല് ചെയ്തിരിക്കും. പുള്ളി എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ പുള്ളിക്കാരത്തി ഞാൻ സൈഡ് പറയും, എന്താ നിങ്ങൾ ഇങ്ങനെ. അടിപൊളി. പുള്ളി എത്ര പോലെ മിഥുനേട്ടന്റെ സൗണ്ട് ആ സെറ്റിൽ ഉയർന്നു കേട്ടിട്ടില്ല. നീ എന്താ അവിടെ, നീ എന്താ ഇവിടെ, അങ്ങനെയില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സമാധാനത്തോടെ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും പുള്ളി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്യാം അങ്ങനെ പറഞ്ഞു നമ്മളെ ഭയങ്കര കംഫർട്ട് ആക്കിയിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ വേറൊരു കാര്യം, നമ്മളില്ലേ നോർമൽ പടം ചെയ്യുന്ന പോലെ ഒരു 45-50 ദിവസം കൊണ്ടല്ല ഇത് ചെയ്തേക്കണേ. അതുകൊണ്ട് അതിലൊരു കാരണം നമ്മളൊരു 2025
ഗീതി ചേച്ചി എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഒബിയസ്ലി മിഥുന്റെ വർക്ക് എന്നുള്ളത് തന്നെയാണ്. ആളാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയാ ഓക്കെ എന്ന് പറഞ്ഞാൽ പോയതാണ്. പ്രമോദ് ചേട്ടനുണ്ടല്ലേ നിങ്ങളുടെ മൂവിയിൽ, പ്രമോദ് വെളിയനാട്. അപ്പൊ ചേട്ടന്റെ കൂട്ടത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സെയിം പുള്ളിക്കാരത്തിയുടെ പോലെ തന്നെ. പുള്ളി പക്ഷെ അടിപൊളിയാ. പുള്ളി ആക്ഷൻ സീൻസ് ലൈക്ക് ആ ഫ്രെയിമിന് പുറത്ത് പുള്ളിയുടെ കുറെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പുള്ളിയുടെ കുറെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയും. ഭയങ്കര രസം സംസാരിക്കണം, കേട്ടിരിക്കാൻ തന്നെ. അപ്പൊ പുള്ളി അവിടെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പുള്ളിയുടെ കുറെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റും. അത് ഇവിടെ പറയാൻ പറ്റില്ല, അത്ര അടിപൊളി പരിപാടിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ സംസാര ശൈലി തന്നെ ഒരു രസമാണ്. അത് നമ്മൾ പുള്ളിയുടെ ഒരു 5 മിനിറ്റ് കോൺവെർസേഷൻ ഇരുന്ന് നമുക്കത് മനസ്സിലാവും. ഭയങ്കര അടിപൊളിയാണ്. ഈ ഇത്രയും ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും ഫ്രണ്ട്സായി കൂട്ടുകൂടി അവിടെ അടിച്ചു പൊളിച്ച് വൈബായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നല്ല വിഷമമല്ലായിരുന്നോ? തിരിച്ചു പോയപ്പോൾ നല്ല വിഷമമായിരുന്നു. പക്ഷെ ഈ ഷൂട്ട് കഴിഞ്ഞ് ഉടനെ ഞാൻ മറ്റൊരു സിനിമേന്റെ ലൊക്കേഷനിലേക്കാണ് പോയത്. ഒരു വടക്കൻ പ്രണയപർവ്വം. അത് എൻ്റെ തിയേറ്ററിൽ റിലീസാവുന്ന നായികയായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മിസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇതായിരുന്നു. കാരണം നമ്മൾ ഒരു ലൊക്കേഷൻ കഴിഞ്ഞ് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോയപ്പോൾ അവരുമായിട്ട് മിങ്കിളാവാൻ കുറച്ച് ടൈം എടുക്കല്ലോ. എന്നെ കൊല്ലി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവര് ഓക്കെ ആയിരുന്നു കേട്ടോ. ക്യാമ്പസ് മൂവിയാണ്. അപ്പൊ പിന്നെ അതിൻ്റെതായ നമ്മുടെ പോലെ തന്നെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ അഞ്ജന ഒന്നും സംസാരിക്കുന്നില്ല. അഞ്ജന എന്തായിരുന്നു ഇതിനു മുന്നേ ചെയ്തിരുന്നത്? ഇൻഫ്ലുവൻസർ ആണ്. ചെറുതായിട്ട് മോഡലിംഗ് പരിപാടികളുണ്ട്. ഡിജിറ്റൽ ക്വീൻ ഓഫ് ദി ഇയർ 2023 ആണോ? എനിക്ക് അങ്ങനെയാണോ ഈ സിനിമയിലേക്ക് എത്തിയത്? അല്ല, ഇതിന്റെ മുന്നേ ഞാനൊരു മ്യൂസിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഡയറക്റ്റ് ചെയ്തത് മിഥുൻ ചേട്ടനായിരുന്നു. അങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു. മിഥുൻ ചേട്ടൻ എന്തായാലും നിങ്ങളുടെ ഈ വൈബൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ചിലപ്പോൾ എബിനെസർ ഹിറ്റായി കഴിഞ്ഞാൽ എബിനെസർ 2 ഒക്കെ വരാൻ സാധ്യത. വിളിക്കണം, വിളിച്ചില്ലെങ്കിലാണ്. അടുത്ത ഭാഗം എന്നിട്ട് എന്തുണ്ടായി? അതെന്തായാലും പടം കാണുമ്പോൾ നിങ്ങൾക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂ പ്രൊമോഷൻസ് ഒന്നുകൂടെ ഒന്ന് അടിപൊളിയാക്കാൻ, കളറാക്കാൻ ഇന്നൊരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട്. എന്താ അറിയോ? അറിയില്ല. ഓക്കെ, അപ്പൊ എന്താന്നറിയോ? ഇങ്ങനെയാണ് അവൻ അഭിനയിച്ചത്. എനിക്ക് ശരിക്കും ഞാൻ പറയാം. ഇന്ന് ഗീതി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പൊ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യാതെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമുക്കൊരു കേക്ക് കട്ട് ചെയ്ത് തരാം. റെഡി? അപ്പൊ അഞ്ജന എടുത്തിട്ട് വരും. ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ചേച്ചിക്ക് എല്ലാം കൊടുക്കണ്ടേ? ചേച്ചി ഷുഗർ കട്ട. വരൂ വരൂ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അടുത്ത് കട്ട് ചെയ്യുമ്പോൾ നൈസായിട്ട് കഴിക്കുന്നത്. ഇപ്പോഴാണ് ആയത്. ഇനി അടുത്ത പാർട്ട് നമ്മുടെ കൂട്ടുകാരി. ക്യാമറ കട്ട് ചെയ്താ പറയാം. ഞാൻ അറ്റാക്ക് ചെയ്യാം. ക്യാമറ കട്ട് ചെയ്താ പറയാം, അറ്റാക്ക് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പം എബിനെസർ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാരും പേടിച്ച് മരിക്കട്ടെ. അങ്ങനെയല്ല, ഇഷ്ടപ്പെടട്ടെ. പേടിച്ച് മരിക്കട്ടെ എന്നൊന്നും പറയാം. നമുക്ക് ഈ പടം ഓടിക്കാനുള്ളത്. പേടിച്ചിട്ട് അവർക്ക് 2ാം ഭാഗം വേണമെന്ന് അവര് പറയണം. പേടിക്കട്ടെ, എന്നോട് പേടിക്കട്ടെ. പേടിക്കണ്ട, ഇച്ചിരി വയ്യാണ്ടായിട്ട് കൊല്ലണ്ട, കൈകാലം പിടിച്ചിട്ട്. ഓക്കെ, ഹോണ്ടഡ് ഹൗസും ഈ ആൾക്കാരും ആരൊക്കെയാന്ന് അന്വേഷിച്ച് എല്ലാവരും വരട്ടെ. വീണ്ടും വീണ്ടും പുതിയ പുതിയ പടങ്ങളിൽ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും എബിനെസറിനും ടീമിനും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.